ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ നേരത്തെ എണീറ്റ് കിച്ചണിൽ കയറി അത് തൊട്ടിട്ട് ഉച്ചവരേക്കുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഉള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് വന്ന് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും പിന്നെ എഗ്ഗ് കൊണ്ടൊരു കുറുമക്കറിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് മാവൊക്കെ ഒലിച്ച് വെച്ചിട്ടുണ്ട്, കോഴിമുട്ട പുഴുങ്ങാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. സവോള 2 മീഡിയം സൈസിലുള്ളത് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചില്ലിയാണ്, ലോക്കൽ ചില്ലിയാണ് കേട്ടോ ഞാൻ എടുക്കാറ്. എരിവ് നല്ല കുറവാണ്, എന്നാൽ നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തെല്ലോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ട് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പിൽ വെക്കാം. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ നമ്മുടെ കോഴിമുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം. തണുത്ത വെള്ളം കിട്ടില്ല പൈപ്പിൽ, നല്ല ചൂടുള്ള വെള്ളമാണ്. രാവിലെ ആണെങ്കിലും നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അത് തൊലി അടർത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇടല്ലാണ്ട് നിർവാഹമില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾക്ക് വേണ്ടിയിട്ട് ഐസ് ക്യൂബ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ ആകുമ്പം പെട്ടെന്ന് നമുക്ക് ഉരിച്ച് കിട്ടുമല്ലോ. അപ്പോൾ കറിയുടെ പണി നോക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം. അപ്പോൾ ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ 2 ബേ ലീഫും ഒരു കഷ്ണം പട്ടയും 2 ക്ലോ കറാമ്പൂവും ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇടുന്നുണ്ട്. അത് ഒരു 10-15 അണ്ടിപ്പരിപ്പ് മതി. ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം പിള്ളേർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പം കറി കുറച്ച് തിക്കായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ലീക്കായി പോവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പെരിഞ്ജീരകം ഒരു 1.5 ടീസ്പൂണ് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വഴിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ലെവലായി നല്ലോണം വഴന്ന് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം തണുത്ത് കഴിഞ്ഞാൽ തണുക്കാൻ വെക്കാനുള്ള ഒരു സമയമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ശരിക്കും അത് ഈ ചൂടൊന്ന് ആറിക്കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ കഴിക്കാൻ പറ്റും. ഇത് തണുപ്പ് ആവാൻ വേണ്ടിയിട്ട്, ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമ്മളുടെ പോവും. അതിനൊന്നും സമയം ഉണ്ടാവില്ല. കുട്ടികൾ രാവിലെ പോകുന്ന ആ ഒരു തിരക്കിൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക. എന്നുവെച്ചാൽ 6 മണി തൊട്ടിട്ട് ഇവിടുന്ന് പോകൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഒക്കെ സെറ്റാക്കണ്ടേ. അപ്പോൾ ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്ന് നല്ലോണം അരിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ കോഴിമുട്ട ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടി സെയിം പാൻ തന്നെയാണ്, അതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് നല്ലോണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ മിക്സിയിലേക്ക് തന്നെ ഇതാക്കിയിട്ട് അത് ഒന്നും കൂടെ അതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് മെനക്കെടുള്ളൊരു കറിയും അല്ല, അതേപോലെ തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസോ മസാലപ്പൊടികളോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുറുകി വരുന്ന സമയത്ത് നമ്മൾ സോൾട്ട് നേരത്തോടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി ഒരു ലേശം, ഒരു ടീസ്പൂണൊക്കെ മതി, അതിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ക്രാമ്പും അതേപോലെ തന്നെ പിന്നെ പട്ടയും ബേലീഫൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ കൂടുതലൊരു കുത്തൽ വരണ്ട. അതിൻ്റെ ആ ഒരു ഇതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിൽക്ക് പൗഡർ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ കോഴിമുട്ട തൊലിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ട നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട്, ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിനൊരു വരയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉള്ളിലോട്ടൊക്കെ ഒന്ന് ശരിക്കും എല്ലാം പിടിക്കുന്ന തരത്തിലേക്ക് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യോഗട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ യോഗട്ട് ഇടാൻ നേരത്തെ കൊടുക്കാൻ ഇട്ട് കൊടുക്കാം, നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് പിന്നെ നമ്മൾ കസൂരിമെത്തി കുറച്ച് ഇട്ട് കൊടുക്കുക, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെ കറി നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അധികം സ്പൈസി അല്ല, അധികം മസാലയൊന്നുമില്ല, മസാലയുടെ കുത്തൊന്നുമില്ല കേട്ടോ. കറിയൊക്കെ റെഡിയായി, ചപ്പാത്തിയും അതേപോലെ തന്നെ റെഡിയായി. ഓരോരുത്തരും കഴിച്ച് പോകേണ്ടവരും കൊണ്ടുപോകേണ്ടവരും ഒക്കെ ഇതായിട്ടോ. ഞാനതൊന്നും കാണിച്ചിട്ടില്ല. മോൾക്ക് സ്കൂളിൽ ഓൺലൈൻ സ്കൂളാണ്, അപ്പോൾ അവിടെ ആർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതിലൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് കേട്ടോ അവൾ പറയുന്നത്. Then suddenly he saw a picture, hopping to find water there. He flew to it with delight, but he noticed that the picture had a very little water. He searched for something, and then he saw pebbles. So he grabbed some and put in the picture. അപ്പോൾ മോനും ഈ സെയിം സ്കൂളിൽ തന്നെയാണ്, പക്ഷേ അവനക്ക് മോർണിംഗിൽ ഈ ഖുർആൻ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് മോർണിംഗിൽ അവിടെ പോവും. ഉച്ചയ്ക്ക് ശേഷമാണ് അവനക്ക് ഓൺലൈൻ ക്ലാസ് സ്കൂളുള്ളത്. അപ്പോൾ നല്ലൊരു സ്കൂളായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ഇതാണ്, എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളും സാധാ റെഗുലർ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു അറ്റൻഷൻ ശരിക്കും ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ, മാഷാല്ലാ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ടായി. അപ്പം ചോറ് അടുപ്പത്തിട്ടിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ചോറ് വെന്തിട്ടുണ്ട്. പിന്നെ കറിക്കും വേണ്ടിയിട്ട് മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ സ്രാവ് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ മുള്ളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, തലയുടെ ഭാഗം, അതൊക്കെ എടുത്തിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ ചിരവണം. തേങ്ങ ചിരവിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം ചിരവിയ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. തേങ്ങ അരച്ചിട്ടുള്ള കറികൾ വെക്കില്ലേ, അപ്പോൾ അത് കാരണം ഒരു ഫ്രഷ്നെസ് കിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ. അപ്പോൾ ഞാൻ മീൻകറി വെക്കുമ്പോൾ ശരിക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഫ്രഷ് ചിരവിയിട്ട് അങ്ങനെ വെക്കലാണ്. അപ്പം മീൻകറി വെക്കുന്ന ദിവസം കുറച്ച് കൂടുതൽ തേങ്ങ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്ക് വേറെയുള്ള സമയങ്ങളിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതിലേക്കും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നമ്മളുടെ ഐക്യയുടെ ഒരു കവറ് വരുന്നുണ്ട്, അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുക എന്താ വെച്ചാൽ എല്ലാത്തിൻ്റെ ആ വൈറ്റ് കളറുള്ള ഭാഗമല്ലേ, അത് മാത്രമായിട്ട് ചിരവിയെടുക്കും. എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അത് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴേ അതേപോലെ ഉപ്പേരിയിൽ ഒക്കെ നമ്മൾ വറവൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ തേങ്ങ ഇടുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലാക്കിഷ് കളർ വരുമ്പം അതൊരു ഭയങ്കര ഒരു ഭംഗി കുറവാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ വൈറ്റ് കളർ മാത്രമാക്കിയിട്ട് ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കും. ആവശ്യത്തിന് ഉപയോഗിക്കാൻ അങ്ങനെ എടുക്കലാണ് അതിൽ നിന്ന്. പിന്നെ ബാക്കിയുള്ളതാണ് ഞാൻ അരച്ച് വെക്കുന്ന കറികളിലേക്ക് എടുക്കൽ കേട്ടോ. പക്ഷേ നമ്മൾ തൊണ്ടിനോടടുത്തിട്ട് വരുമ്പം ആ തേങ്ങക്ക് പാല് കുറവായിരിക്കും. അപ്പോൾ അത് കാരണം ഇതിൽ നിന്ന് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടാണ് തേങ്ങ അരക്കുന്ന സമയത്ത് ഞാൻ എടുക്കാറ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്. കാരണം പിന്നെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ നമുക്ക് പണികളൊക്കെ ഈസി ആവാൻ നല്ലതാണ് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ. രാവിലെ നമുക്ക് തേങ്ങ ചിരവലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത്. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഉള്ള എല്ലാത്തിൻ്റെയും ബാക്കിയുള്ള ചിരവാനുള്ളതൊക്കെ ഒന്ന് ചിരകിയെടുക്കാം. എന്നിട്ട് നമ്മൾ കറിയുടെ കാര്യങ്ങൾ എന്നിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങും തന്നെ നല്ല ഭംഗിയിലും വൃത്തിയിലുമായിട്ട് ചെയ്യാനും ഒരാൾക്ക് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതിനൊരു സെർവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഭംഗിയിലുണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മൾ ഉപ്പേരിയിലൊക്കെ ശരിക്കും ഇങ്ങനെ തേങ്ങ ഇടുന്ന സമയത്തൊക്കെ ആ വൈറ്റ് ഭാഗം മാത്രമായിട്ട് ഇടുകയാണെങ്കിൽ നല്ല കാണാനും ഒക്കെ നല്ലൊരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ കറിക്കുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞാൻ തേങ്ങ മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യൽ. അപ്പം കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, പെരിഞ്ജീരകം ഒരു 1.25 ടീസ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഓരോരുത്തർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും. ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കാറ്. കൂടുതൽ മല്ലിപ്പൊടി ഇടും, മുളക് പൊടി അതേപോലെ തന്നെ ഇടും. മഞ്ഞൾപ്പൊടി ഒരു ലേശം ഇടുള്ളൂ, ഒരു ടീസ്പൂണൊക്കെ ഇടുള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അരച്ചിട്ടെടുക്കും. ഈ
മിക്സ് നല്ലോണം തേങ്ങ നന്നായി പേസ്റ്റ് ആക്കിയിട്ട് നല്ല തരിയൊന്നും ഇല്ലാണ്ട് മഷി പോലെ അരച്ചെടുക്കും. അപ്പോൾ പിന്നെ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും കറി വെക്കും കേട്ടോ. അപ്പോൾ അത് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല. കറി എല്ലാം സെറ്റായി മീനൊക്കെ വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ കറി ഒഴിക്കൽ, തേങ്ങാപ്പാൽ ഒഴിക്കൽ. അതെല്ലാം തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ തേങ്ങ നേരത്തെ കൊടുക്കാൻ അരച്ചിട്ട് പിന്നെ തേങ്ങയാണ് ആദ്യം ആ കൂട്ടുകളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ പിന്നെ അടുപ്പിൽ ആദ്യം വെക്കുന്നത് കേട്ടോ. അങ്ങനെ അത് നല്ലോണം വെള്ളം ഒഴിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറുക്കിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറുക്കത്തിലല്ല, നമ്മൾക്ക് പിന്നെ കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് നമ്മൾ ഇതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നന്നായി വെള്ളം ഒഴിക്കും. തേങ്ങ നല്ലോണം വെന്താലാണ് നമ്മളുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് വെക്കൽ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം തേങ്ങ വെന്ത് ഇതാവുമ്പം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് ഇക്കാടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വെക്കുക. എൻ്റെ വീട്ടിൽ മുളക് പൊടി അധികം ഇടൂല, മഞ്ഞൾപ്പൊടിയാണ് കൂടുതലിടുക. അങ്ങനെയാണ് മഞ്ഞ കളറിലാണ് കേട്ടോ മീൻ കറി ഉണ്ടാവുക. എൻ്റെ ഉമ്മയുടെ കറിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാവില്ല. ഇത് ഇവിടെ കല്യാണം കഴിച്ച വീട്ടിൽ ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കൽ. പിന്നെ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ അറപ്പുളിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, കോൽപ്പുളിയല്ല, അറപ്പുളി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ലോണം വെട്ടി തിളച്ചിട്ട് നല്ലോണം വെന്ത് വരണം. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ തിളച്ച് പൊന്തി പോവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ തിള വരുന്ന സമയത്ത് തന്നെ നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് വേണം അത് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം, ഇല്ലെങ്കിൽ തേങ്ങയുടെ ആ ഒരു ഇത് ആ കലത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് അത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ. പിന്നെ അപ്പത്തിന് ചോറൊക്കെ വെന്ത് അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നാട്ടിലൊക്കെ ഊറ്റിയെടുക്കുന്ന പോലെ തന്നെയാണ് ഊറ്റിയെടുക്കൽ. അപ്പം ചോറ് സാധാരണ റൈസ് കുക്കറിൻ്റെ ഉള്ളിലുള്ള കലത്തിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ കലത്തിന് ഓട്ടായിപ്പോയി. ഞാൻ ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ചിട്ട് അതിൽ വെക്കാറുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഓട്ടായി പോയിട്ടുള്ളത്, അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അങ്ങനെ അതൊരു കാരണമായിട്ട് അങ്ങനെ ഓട്ടായതാന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ഹോള് വന്നിട്ടുണ്ട് അതിന്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇനി ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാബേജ് അരിയുമ്പോഴും അതെ ഞാൻ ശരിക്കും അത് ക്ലിയറാക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യൽ. വലിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് പിന്നെ അത് അവിടെ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്നങ്ങ് കൊത്തി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ക്യാബേജൊക്കെ നമുക്ക് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. പക്ഷെ എനിക്ക് ഏറ്റവും ഈസിയാണ്, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ കഴിയണതാണ് കേട്ടോ. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയണ ഒരു ഉപ്പേരിയാണ്. മറ്റുള്ളതൊന്നും അരിഞ്ഞെടുക്കുന്ന അത്ര സമയം എടുക്കാറില്ല. അപ്പോൾ ഇത് നമ്മളെ കറിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം മീനൊക്കെ ഞാൻ കഴുകി നേരത്തെ തന്നെ കഴുകി വെച്ചതായിരുന്നു. ഫ്രീസറിൽ കൊണ്ടുവന്ന സമയത്തെ കഴുകിയിട്ട് ഫ്രീസറിൽ ഓരോ കവറിലാക്കിയിട്ട് വെക്കും. അപ്പോൾ എന്നാലും ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കും കേട്ടോ. അങ്ങനെ കഴുകി അത് മീൻ ഇട്ടെടുത്തിട്ടുണ്ട്. ചോറ് ഊറ്റിലൊക്കെ കഴിഞ്ഞു. ഇനി ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കണം. അതേപോലെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ അത് ആ ക്യാബേജ് കഴുകിയിട്ട് ക്യാബേജ് ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് എല്ലാവരും അറിയുന്ന തന്നെ ആയിരിക്കും. ജസ്റ്റ് സവാള ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് പേസ്റ്റാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പേസ്റ്റാക്കിയതില്ലെങ്കിലും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി മാത്രമായിട്ടൊന്ന് കുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് ക്യാബേജ് ഉപ്പേരിക്ക്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫിഷ് കറിയും ആയി. ഇനി നമ്മൾ ക്യാബേജ് ഉപ്പേരിക്ക് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളത് നേരത്തെ കൊടുക്കനെ കായം പുരട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ കൊടുക്കനെ പുറത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ.
മൺചട്ടിയൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നതെങ്കിൽ എന്നുവെച്ചാൽ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ തീയിൽ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അടി വെണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. കാരണം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരേ രീതിയിൽ തന്നെ കത്തുകയല്ലേ ചെയ്യുന്നത്. സാധാരണ അടുപ്പിൽ വെക്കുന്ന ആ ഒരു ഇതല്ലല്ലോ ഉള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഉപ്പേരിക്കുള്ളത് മൊത്തത്തിൽ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഉപ്പേരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കറി ഒന്ന് നമ്മൾ വറുക്കുക എന്നാണ് പറയുക. ഉള്ളി വറുത്തിട്ട് ഇട്ട് കൊടുക്കുക, തൂമിക്കണം. അങ്ങനെ തൂമിച്ചിട്ട് പിന്നെ അതിൽ തന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ കറിവേപ്പില കറിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കലാണ് ചെയ്യൽ. എന്നിട്ട് അതിന്മേലേക്ക് നമ്മൾ താളിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇനി ഫിഷ് ഫ്രൈ ചെയ്യണം. ഈ ഫിഷിൻ്റെ മസാല ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അത് നമുക്ക് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എണ്ണ വളരെ കുറവാക്കിയിട്ടാണ് മീൻ ഫ്രൈ ചെയ്യാറ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു മസാലയിൽ തന്നെയാണ് എപ്പോഴും ചെയ്യൽ. ഭയങ്കര എന്താ പറയുക, മൊരിച്ചെടുക്കലില്ല കേട്ടോ. അങ്ങനെ ആർക്കും ഇവിടെ ഇഷ്ടമല്ല മൊരിച്ചെടുത്തു കഴിഞ്ഞാൽ. ശരിക്കും കുറഞ്ഞ എണ്ണയിലാക്കിയിട്ട് ഈ ഒരു മസാല നല്ലോണം പുരട്ടിയിട്ടാണ് ചെയ്യൽ. മസാല കൂടുതലിടും, എന്നിട്ട് ആ മസാലയിൽ കിടന്നിട്ട് വരട്ടിയെടുക്കുന്ന പോലെ അങ്ങോട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടാണ് ചെയ്യൽ. നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് മൂടി വെക്കും. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ കുറേയൊക്കെ കഴിക്കാം. പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ മീനൊക്കെ ഒന്ന് അത് കുറച്ചൊക്കെ ചെയ്ത് വെച്ചപ്പോൾ തന്നെ മീനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ്. ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മീൻ ആക്കിയെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ റെസിപ്പി മസാലയുടെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. ഇനി എല്ലാ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതിൻ്റെ റെസിപ്പി ഒന്നും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം നമുക്ക് പണി കഴിയാനും ഉണ്ടാവാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ സ്റ്റൗ ടോപ്പൊന്നും അധികം കച്ചറാവൊന്നുമില്ല കേട്ടോ. മറ്റേത് ആകെ പുറത്തേക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആക്കിയെടുക്കുകയാണെങ്കിൽ ആകെ പുറത്തൊക്കെ ആയിപ്പോവില്ലേ. അപ്പോൾ ഇതാ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുളിനാനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറിനെല്ലാം നിസ്കാരമൊക്കെയാണ്. നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ചോറൊക്കെ വിളമ്പി ചോറൊക്കെ കഴിക്കുക എന്നുള്ളതിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ആദ്യമായിട്ട് വന്ന് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.